Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാരും പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നോ? ജോഗ്രഫി പഠിച്ചോ? പഠിച്ചു. പഠിച്ച് നല്ല സൂപ്പർ ആയിട്ടിരിക്കാണല്ലോ എല്ലാവരും, അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചായിരുന്നോ നിങ്ങള്? മിസ്, ഞാൻ ന്യൂ അഡ്മിഷൻ ആണ്. പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതിയോ? ഒരു 10 ക്വസ്റ്റ്യൻ ക്ലാസ് തീരുന്നതിന് മുമ്പ് മതി. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? പശ്ചിമഘട്ടം അല്ലേ? പശ്ചിമഘട്ടം പറഞ്ഞു. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങള് വരെ പറഞ്ഞില്ലേ? ചുരങ്ങൾ പറഞ്ഞോ? പശ്ചിമഘട്ടത്തിലെ ചുരങ്ങള് പശ്ചിമഘട്ട മലനിരയിലുള്ള ഏറ്റവും വലിയ പട്ടണം അല്ലേ? ഏതാ ഏറ്റവും വലിയ പട്ടണം? പൂനെ. പൂനെ അല്ലേ? പൂനെ എവിടെയാ? മഹാരാഷ്ട്ര അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഞാനിപ്പോ പറയാൻ പോകുന്നത് പശ്ചിമഘട്ടത്തിലെ, അതായത് ഇതിന്റെ ബാക്കിയായിട്ട് ബാലൻസ് ഭാഗമായിട്ട് വരുന്നതാണ് കൊടുമുടികൾ കേട്ടോ. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ കൊടുമുടികള്, അതുപോലെ അതായത് കുറച്ച് കൊടുമുടികൾ വരുന്നുണ്ട്, പശ്ചിമഘട്ടത്തിൽ വരുന്നുണ്ട്, പൂർവ്വഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോ നമ്മൾ അതാണ് ഇപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് നോട്ട് ചെയ്തെടുക്കാം. സ്പീഡ് ആണെങ്കിൽ സ്പീഡ് ആണെന്ന് പറയാം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് പറയാം. എന്തും എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തതെന്നൊക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ തുടങ്ങാല്ലേ നമുക്ക്? ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പൊ കൊടുമുടികളാണ്. അപ്പൊ ആദ്യത്തേത് നമ്മള് പശ്ചിമഘട്ടമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത് കൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടെ കൊടുമുടി ഏതാ? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആനമുടി അല്ലേ? ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലേ? എടുത്തായിരുന്നോ? ആനമുടിയൊക്കെ പറഞ്ഞു ഒന്ന്. എന്നിട്ട് പൂർവ്വഘട്ടത്തില് കസ്തൂരി റംഗത്ത് റിപ്പോർട്ട് വരെ പറഞ്ഞിക്കണ് പശ്ചിമഘട്ടത്തില്. ഓക്കെ, ഞാനിപ്പോ ഘട്ടല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, പൂർവ്വഘട്ടം എടുത്തിട്ടില്ലല്ലോ. പൂർവ്വഘട്ടത്തിൽ എടുത്തിട്ടില്ല, കൊടുമുടികളാ പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തെയും കൊടുമുടികളാ പറയുന്നത്. നമ്മളിപ്പോ സത്പുരയൊക്കെ പറഞ്ഞില്ലേ? സത്പുരയൊക്കെ പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് വിളിച്ചൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടില്ല അതിന്റെ, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. ആനമുടി എവിടെയാ? ഇടുക്കി. എവിടെ സ്റ്റേറ്റിലാ വരുന്നത്? കേരളം അല്ലേ? കേരളം. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടിയാണ്. അത് കേരളത്തിലാണ്. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ് അല്ലെ? ജിന്ദാഗാഡ് എന്ന് പറയുന്നതാണ് എന്ത്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏതാ സ്റ്റേറ്റ് ജിന്ദാഗാഡാ? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? ജിന്ദാഗാഡ എന്ന് പറയുന്നത്. അത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നീലഗിരി കുന്നുകൾ കേട്ടോ. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? കൊടുമുടിയുടെ പേരൊന്നും കൂടെ പറയോ? പൂർവ്വഘട്ടത്തിലാണോ മോളെ? പൂർവ്വഘട്ടത്തിലെ അതെ. ജിന്ദാഗാഡ കേട്ടോ. ജിന്ദാഗാഡ. ഓക്കെ, അത് ആന്ധ്രാപ്രദേശിലാണ്. ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഇനി അടുത്തത് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരാണ് ദോഡാബേട്ട. ദോഡാബേട്ടയാണ്
നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേട്ടോ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ട. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 3 സ്ഥലങ്ങളിലെ കൊടുമുടികൾ പഠിച്ചല്ലേ. പശ്ചിമഘട്ടത്തിൽ ഏതായിരുന്നു? ആനമുടി. ആനമുടി. ഇനി പൂർവഘട്ടത്തിൽ ഏതായിരുന്നു? ചിന്താഗാഡ. ചിന്താഗാഡ. ഇനി നീലഗിരി കുന്നുകളിൽ ഏതായിരുന്നു? ദോഡാബേട്ട. തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇനി സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, സത്പുര റേഞ്ച് നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ഏതാണ്? ദുപ്പ് ഗാർഹ്. ഇതാണ് സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദുപ്പ് ഗാർഹ്. മധ്യപ്രദേശിലാണ് കേട്ടോ. ദുപ്പ് ഗാർഹ് മധ്യപ്രദേശ് കേട്ടോ. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദുപ്പ് ഗാർഹ്, മധ്യപ്രദേശ്. ഇനി അടുത്തത് ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആരവല്ലിയിലെ മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖർ കേട്ടോ. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ത്? മൗണ്ട് ഗുരുശിഖർ. അതെവിടെയാ? രാജസ്ഥാനിലാണ് കേട്ടോ. അപ്പോ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. അത് രാജസ്ഥാനിലാണ്. ഇനി ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? പരസ്നാഥ് കുന്നുകൾ. പരസ്നാഥ് കുന്നുകൾ കേട്ടോ. പരസ്നാഥ് കുന്നുകളാണ് ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേട്ടോ. അത് ജാർഖണ്ഡിലാണ്. മൗണ്ട് ഗുരുശിഖർ രാജസ്ഥാനിൽ കേട്ടോ. ഓക്കെ. അപ്പോ എത്രയൊക്കെ പഠിച്ചു നമ്മള്? പശ്ചിമഘട്ടത്തിൽ ഏതായിരുന്നു? ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. പശ്ചിമഘട്ടത്തിൽ ഏതാ? ആനമുടി. പൂർവഘട്ടത്തിൽ ഏതാ? ചിന്താഗാഡ. ഇനി നീലഗിരി കുന്നുകളിൽ ഏതാ? നീലഗിരി കുന്നുകൾ ഓക്കെ, വെരി ഗുഡ്. ഇനി സത്പുരയിൽ ഏതാ? അല്ലേ? ഓക്കെ. ഇനി ആരവല്ലിയിലെയോ? മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖർ. ഇനി ഛോട്ടാ നാഗ്പൂരിലാണെങ്കിലോ? പരസ്നാഥ് കുന്നുകൾ അല്ലെ? ഓക്കെ. ഇനി അടുത്തത് പൂർവഘട്ടത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ പൂർവഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വെസ്റ്റേൺ ഘട്ടിന്റെ മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പർവ്വതനിരയാണെന്ത്? പൂർവഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാപ്പോ? പശ്ചിമഘട്ടം അല്ലെ? ഓക്കെ. എക്കോയോ? വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എക്കോ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ഇനി ഇത് വ്യാപിച്ചിരിക്കുന്നത്, പൂർവഘട്ടം വ്യാപിച്ചിരിക്കുന്നത് മഹാനദി താഴ്വര മുതല് നീലഗിരിയുടെ തെക്കുവരെയാണ്. ഒറീസ അല്ലെ? ഒറീസയിലാണ് മഹാനദി അല്ലെ? ഒറീസയിലെ മഹാനദി താഴ്വര മുതല് നീലഗിരിയുടെ തെക്കുവരെയാണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത്? ഈ ഒരു പൂർവഘട്ടം വ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. ആ 2 പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പൊ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ മഹാനദി താഴ്വര മുതല് നീലഗിരിയുടെ തെക്ക് വരെ വ്യാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങള് പശ്ചിമഘട്ടം ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ ഇതുമായിട്ട്. അതായിട്ട് ഞാൻ പൂർവഘട്ടത്തിന്റെ 2 പോയിന്റ്സ് പറഞ്ഞില്ലേ, അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ 2 പോയിന്റ്സ് പറഞ്ഞേ. ഇതിന് സമാന്തരമായിട്ടാണ് സമാന്തരം. ഓക്കെ. ഇനി പൂർവഘട്ടത്തിലെ പ്രധാന കുന്നുകൾ എന്ന് പറയുന്നത് ഒന്ന് മഹേന്ദ്രഗിരി കേട്ടോ. മഹേന്ദ്രഗിരി കുന്നുകൾ എവിടെയാണെന്ന് ചോദിച്ചാല് അത് പൂർവഘട്ടത്തിലാണ്. പിന്നെ ഷവറോയ് കുന്നുകളും പൂർവഘട്ടത്തിലാണ്. അതുകൂടാതെ ജാവതി കേട്ടോ. ഈ 3 പ്രധാനപ്പെട്ട കുന്നുകളാണ് പൂർവഘട്ടത്തിലുള്ളത്. ഒന്ന് മഹേന്ദ്രഗിരി, ഒന്ന് ഷവറോയി, ഒന്ന് ജാവതി. ഓക്കെ. ഇനി മലനിരകൾ പറയണോ? ഒന്നുകൂടി പറയണോ? ഒന്ന് മഹേന്ദ്രഗിരി കുന്നുകള് പൂർവഘട്ടത്തിന്റെ ഭാഗമാണ് കേട്ടോ. മഹേന്ദ്രഗിരി കുന്നുകള്, ഷവറോയ് കുന്നുകൾ, ഷവറോയ് കുന്നുകൾ
ഒന്ന്. പിന്നെ മൂന്നാമത്തേത് ജാവതി കുന്നുകൾ. ജാവതി കുന്നുകൾ. ഓക്കെ. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് മലനിരകളാണ് കേട്ടോ. മലനിരകളാണ് വരുന്നത്. മലനിരകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലനിരകൾ ഏതൊക്കെയാ പൂർവ്വഘട്ടത്തിലുള്ള? ഞാനിപ്പോ പറഞ്ഞത് കുന്നുകളാണ്. മഹേന്ദ്രഗിരി, ഷെബറോയ്, ജാവതി എന്ന് പറയുന്നത് കുന്നുകളാണ്. എന്നാൽ മലനിരകളിൽ എന്തൊക്കെയാ വരുന്നത്? അപ്പൊ ഏതൊക്കെ മലനിരകളാ വരുന്നത് പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്ന മലനിരകള്? ഒന്ന് പറഞ്ഞാരെങ്കിലും. പളനി, നല്ലമല, നൽകൊണ്ട. ആ, വെരി ഗുഡ് നൗസിയ, വെരി ഗുഡ്. നല്ലമല, പളനി, നൽകൊണ്ട കേട്ടോ. ഈ 3 മലനിരകളും വരുന്നത് പൂർവ്വഘട്ടത്തിലാണ് കേട്ടോ. നല്ലമല, പളനി, നൽകൊണ്ട കേട്ടോ. ഓക്കെ. ഇനി പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാ? അറിയാലോ നിങ്ങൾക്ക്. ഏതൊക്കെയാ നദികൾ പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന? മഹാനദി, മഹാനദി, ഗോദാവരി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതാണ് പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ നിങ്ങൾ. പൂർവ്വഘട്ടം ഒന്ന് പറഞ്ഞേ. പൂർവ്വഘട്ടം ഒരാള് പറഞ്ഞേ. ആദ്യം തുടങ്ങി പറഞ്ഞേ പൂർവ്വഘട്ടം. ഞാനിപ്പോ പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമാണ്. മഹാനദി താഴ്വര മുതൽ നീലഗിരിക്ക് തെക്ക് വരെ വ്യാപിച്ചിരിക്കുന്നു. അടുത്ത കുന്നുകളാണ് മഹേന്ദ്രഗിരി, ഷെവറോയ്, ജാവതി. മലനിരകള് നല്ലമല, പളനി, നൽകൊണ്ട. നദികള് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ. ഇനി അടുത്തത് ആരവല്ലിയാണ് കേട്ടോ പറയാൻ പോകുന്നേ. ആരവല്ലി പർവ്വതനിര കേട്ടോ. ആരവല്ലിയുടെ പ്രത്യേകത എന്താ? നമ്മള് പണ്ട് തുടങ്ങിയേ കേൾക്കാൻ തുടങ്ങിയ ഒരു ഇതാണ്. ആരവല്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ വേർതിരിക്കുന്നു. ഏറ്റവും പഴയ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് നമ്മൾ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഇതിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് എന്ത്? ആരവല്ലി എന്ന് പറയുന്ന പർവ്വതനിര അല്ലെ. ഭയങ്കര പ്രായമുണ്ട് അല്ലെ. കുറെ പഴക്കമുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര എന്ന് ഈ ഒരു പർവ്വതനിരയെ പറയുന്നത്. ഇനി ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാ? ഗുരുശിഖർ കേട്ടോ. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ആരവല്ലിയിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. ഇനി ആരവല്ലിയിലെ സുഖവാസ കേന്ദ്രം. ആരവല്ലി പർവ്വതനിരയിലെ ഒരു സുഖവാസ കേന്ദ്രമുണ്ട്. അതിന്റെ പേരറിയാമോ? മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണത് മൗണ്ട് അബു എന്ന് പറയുന്നത്. ഇനി ഈ മൗണ്ട് അബുവില് ഒരു ജൈന മതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെന്താ? ഏതാ? ദിൽവാര ക്ഷേത്രം. ദിൽവാര ക്ഷേത്രം. ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ്. ഇനി ഒരു ചുരം ഉണ്ട് ആരവല്ലിയില്. ഫേമസ് ആയിട്ടുള്ള ചുരത്തിന്റെ പേരറിയാമോ? ഗാൽധി ഘട്ട് ചുരം കേട്ടോ. ഗാൽധി ഘട്ട് ചുരം. ഗാൽധി ഘട്ട് ചുരം ആരവല്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. സ്പീഡാണ്. ഓക്കെ, ഞാൻ പതുക്കെ പറയാം കേട്ടോ. ഗാൽധി ഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിലാണ്. ഒന്നും കൂടി പറയാം ഞാൻ. ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണെന്ത്? ആരവല്ലി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്ഥാനം ഞാൻ വിട്ടുപോയി. അത് ഞാൻ പറയാം. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ മധ്യമേട് പഠിച്ചില്ലേ? മധ്യമേടിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ വരുന്നേ? പിന്നെ നാഗ്പൂര്, പിന്നെ ബുന്ദേൽഘട്ട്, ബാഗേൽഘട്ട്. ഭാഗ്യൽഘട്ട് അല്ലെ. അപ്പൊ നമ്മള് ആ ഒരു മധ്യമേട് നമ്മൾ നോക്കിയതാണ്. മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാൾവ പീഠഭൂമി ഉണ്ട് അല്ലെ. മധ്യമേടിലെ മാൾവ പീഠഭൂമി ഉണ്ട്. ആ മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ടാണ് ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഇനി ആരവല്ലിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് നേരത്തെ പറഞ്ഞിരുന്നു. മൗണ്ട് ഗുരുശിഖർ ആണ്. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമുണ്ട്. അതിന്റെ പേരാണ് മൗണ്ട് അബു.
കേട്ടോ. അത് ഓർത്തിരിക്കുക കേട്ടോ. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ഇനി മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമുണ്ട്. ആ ജൈന ക്ഷേത്രത്തിന്റെ പേരാണ് ദിൽവാര ക്ഷേത്രം. ഓക്കെ, ദിൽവാര ക്ഷേത്രം. ഇനി ഫേമസ് ആയിട്ടുള്ള ഒരു ചുരമുണ്ട് ആരവല്ലിയിൽ. ഏതാ ആ ചുരം? ഏതാ? ഗാന്ധിഘട്ട് ചുരം. ഗാൽഡിഘട്ട് ചുരം. ഓക്കെ. ഇനി ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ പേരറിയാൻ ആർക്കെങ്കിലും? അജ്മീർ. അജ്മീർ കേട്ടോ. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അല്ലെങ്കിൽ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് അജ്മീർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? ആരവല്ലി അജ്മീർ ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം കേട്ടോ. ആരവല്ലി താഴ്വരയുടെ ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അജ്മീർ. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ചുരം എന്താ മോളെ? ചുരം ആരവല്ലി ആരവല്ലിയിലെ ചുരം ഗാൽഡിഘട്ട് കേട്ടോ. ഗാൽഡിഘട്ട് ചുരം. ഗാൽഡിഘട്ട് ചുരം. ഓക്കെ. മിസ്സേ, സുഖവാസ കേന്ദ്രം പറഞ്ഞില്ല, അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? സുഖവാസ കേന്ദ്രത്തിന്റെയോ? മൗണ്ട് അബു. MOUNTABU. മൗണ്ട് അബു. MOUNTABU. മൗണ്ട് അബു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഒന്നുകൂടി പറയണോ? പറയണം. ഒന്നുകൂടി പറയണോ? ഏതാണ്? കൊടുമുടികള് ആണോ അല്ലെങ്കിൽ പൂർവ്വഘട്ടമാണോ ആരവല്ലിയാണോ പറയണ്ടേ? ഏതാ പറയണ്ടേ? മൊത്തം പറയണോ? ഇല്ല. ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന, അത് ഞാൻ എഴുതിണ്ടായില്ല ഫുള്ള്. അത് പശ്ചിമഘട്ടം വരുന്നു കേട്ടോ. പശ്ചിമഘട്ടം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നതായിരുന്നു അത്. അല്ലേ, ഞാന് ന്യൂ അഡ്മിഷൻ ആണ്, അറിയില്ല. അത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും മോളെ. റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടാ മതി കേട്ടോ. ഓക്കെ. അതിനകത്ത് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങളെ 3 ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ ആർക്കെങ്കിലും വേണ്ടിയിട്ട്? വേണ്ട മിസ്. വേണം. ഓക്കെ, പറയാം. ആരവല്ലിയാണോ പറയണ്ടേ? അതെ. ഓക്കെ. അപ്പൊ ആരവല്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള പർവ്വതനിരയാണ് കേട്ടോ. ഏറ്റവും പഴയതാണെന്ത്? ആരവല്ലി എന്ന് പറയുന്ന പർവ്വതനിര. മാൾവ പീഠഭൂമിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ്. ക്ലാസ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ആരവല്ലി എന്ന് പറയുന്ന പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഈ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് ഗുരുശിഖർ ആണ് കേട്ടോ. മൗണ്ട്, അതായത് PSCD റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് മൗണ്ട് ഗുരുശിഖർ ആണ്. ഇനി സുഖവാസ കേന്ദ്രത്തിന്റെ പേര് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. രണ്ടും തമ്മിലെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് കൊടുമുടിയാണ്, കൊടുമുടിയുടെ പേരാണ് മൗണ്ട് ഗുരുശിഖർ. വേറൊന്ന് സുഖവാസ കേന്ദ്രമാണ്, അതിന്റെ പേരാണ് മൗണ്ട് അബു. ഇനി ഈ മൗണ്ട് അബു, അതായത് ഈ സുഖവാസ കേന്ദ്രത്തിനോടടുത്തായിട്ട് എന്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്? പ്രസിദ്ധമായിട്ടുള്ള ഒരു ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരാണ് ദിൽവാര ക്ഷേത്രം കേട്ടോ. ദിൽവാര ക്ഷേത്രം എന്ന് പറയുന്നത് ജൈന ക്ഷേത്രമാണ്. ഓക്കെ. ഇനി ഗാൽഡിഘട്ട്, ജൈനമത പ്രചാരകന്റെ പേരെന്താ? ആരാ ജൈനമതം പ്രചരിപ്പിച്ചേ? അറിയാമോ? പ്രൊപ്പഗേറ്റർ ആരാ ജൈനമതം?
ആർക്കും അറിയില്ലേ കൂട്ടത്തില്? ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? ഫാദർ ആരാണ്? ഷിജിൻ വർഗീസ് എന്ന് പറഞ്ഞേ. ജൈനമതം കുത്തുബുദ്ധി. ആരാ? ജൈനമതം ബുദ്ധമതം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട് മിസ്സേ, പക്ഷെ പേര് മറന്നുപോയി. പേരോർമ്മയില്ല? ഇത് പേരൊക്കെ ഓർമ്മിച്ചിരിക്കണ്ടേ? ചെറിയ ക്ലാസ്സിലൊക്കെ പിള്ളേര് പഠിക്കുന്നതല്ലേ? 5ാം ക്ലാസ്സിലുള്ള പിള്ളേര് പഠിക്കുന്നതാ ഇതൊക്കെ. അറിയാമോ? വർദ്ധമാന മഹാവീരൻ കേട്ടോ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത് അല്ലെ? ഇന്ത്യയിൽ ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനാണ്. ഇനി അപ്പൊ ബുദ്ധമതോ? ശ്രീബുദ്ധൻ. ബുദ്ധൻ അല്ലെ? ഗൗതമ ബുദ്ധൻ കേട്ടോ. ഗൗതമ ബുദ്ധൻ കേട്ടോ. അതാണ് ബുദ്ധമതത്തിന്റെ പ്രചാരകൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടൊക്കെ പഠിക്കാനുള്ളതാണ്. PSC റിലേറ്റഡ് ആയിട്ട് ബുദ്ധമതം, ജൈനമതം, ജൈനമതത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ബുദ്ധമതത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസിൽ ഉള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഡിഗ്രി ലെവലിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്. എൽഡിയുടെ സിലബസിൽ ഉണ്ടാവും. അങ്ങനെയില്ല. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇല്ല. ഹിസ്റ്ററിയിൽ അങ്ങനെ പറഞ്ഞതിൽ കണ്ടിട്ടില്ല. ഓക്കെ, മുമ്പത്തെ ക്വസ്റ്റ്യൻസ്, മുമ്പത്തെ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് കുറെ ആളുകൾ ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. ഇപ്പൊ എത്രാമത്തെ ആളാണ്? തീർത്ഥങ്കരൻ എന്നൊക്കെ ഉള്ള വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ജൈനമതത്തിൽ. എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീര? പിന്നെ ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചോദിച്ചു വരൽ കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ചു വരാം. അപ്പൊ ദിൽവാര ക്ഷേത്രം, അപ്പൊ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്നത് ജൈനമത ക്ഷേത്രം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. വർദ്ധമാന മഹാവീരയാണ് ജൈനമതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഓർമ്മിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഹാൽദിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിലാണ്. അപ്പൊ ഒരു ചുരമുണ്ട്, ആ ചുരത്തിന്റെ പേരാണെന്ത്? ഹാൽദിഘട്ട് ചുരം. ഇനി ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത് അജ്മീർ എന്ന് പറയുന്ന നഗരമാണ്. അജ്മീർ കേട്ടോ. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഓക്കെ, ഇനി അടുത്തെടുത്തോട്ടെ. കഴിഞ്ഞില്ലേ ഇത്? എനിക്ക് പറയണ്ടല്ലോ. അടുത്തെടുക്കാനാ കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മള് നേരത്തെ ഹിമാലയൻ നദികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഉപദ്വീപീയൻ നദികളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഉപദ്വീപീയൻ നദികളെ കുറിച്ച്, കാരണം നമ്മളിപ്പോ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് എടുക്കാൻ പോകുന്നതാണ് ഉപദ്വീപീയൻ നദികൾ. ഓക്കെ, നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ഹിമാലയൻ നദികളുടെ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത്? ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ. ഫസീൽ ഒന്ന് പറയാമോ? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? അറിയാവുന്നവര്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദികൾ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. പിന്നെ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം? ഹിമാലയം. ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത ഉണ്ടല്ലോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താ അതിന്റെ? ഗംഗ, ബ്രഹ്മപുത്ര. അതൊക്കെ പേരുകളല്ലേ. പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നിന്നും ഉത്ഭവിക്കുന്നു. ഉത്തരപർവ്വത മേഖലകളിൽ ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദികൾ. ഏറ്റവും കൂടുതൽ പോഷക നദികളുണ്ട്. പിന്നെ എപ്പോഴും ജലം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അശ്വിനി പറഞ്ഞ പോലെ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ്? എപ്പോഴും എന്താണ്? ജലം ഉണ്ടാവും അല്ലെ? വർഷം മുഴുവനും എന്താണ്? ജലം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ? എങ്ങനെയാണത് ഉണ്ടാവുന്നത്? ഈ വർഷം മുഴുവൻ ജലം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മഞ്ഞുരുകി. മഞ്ഞിൽ നിന്നും കിട്ടും, മഴയിൽ നിന്നും കിട്ടും. മഴ പെയ്താലും മഴയിൽ നിന്ന് വെള്ളം ഉണ്ടാവും, ധാരാളം ഒഴുകും. കൂടാതെ മഴയില്ലെങ്കിൽ തന്നെ എന്താണ്? മഞ്ഞുരുകിയിട്ട് എന്താണ്? ഒഴുകി നദിയിലേക്ക് ചെല്ലും അല്ലെ? നദി, അതായത് ധാരാളം വെള്ളം ഉണ്ടാവും. വർഷം മുഴുവനും മഞ്ഞുരുകിയും അതുപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ എന്താണ്? ധാരാളം വെള്ളം ഉണ്ടാകുന്ന നദിയാണിത് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്താണ്? പിന്നെ ധാരാളം ജലം ഉണ്ടാകുന്ന നദികൾക്ക് പിന്നെ വർഷം മുഴുവനും എന്താണ്? ജലം
ഉണ്ടാകും നദികളില്. ഓക്കെ, ഇനി ഇത് പറഞ്ഞത് ഉപദ്വീപീയ നദികളിൽ പറയുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. ഇനി ഉപദ്വീപീയ നദികളിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പോ ഹിമാലയൻ നദികൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഉപദ്വീപീയ നദികൾ എവിടെ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്? അരവല്ലി, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഉപദ്വീപീയ നദികള് ഉത്ഭവിക്കുന്നത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ടോപ്പിലുള്ള പ്രദേശത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഈ ഒരു ഉപദ്വീപീയ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതാട്ടോ ആദ്യത്തെ പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഉപദ്വീപിയൻ നദിയിലെ ഏറ്റവും മുകളിലത്തെ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നേ? ഉപദ്വീപിയൻ നദികള് ഉത്ഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉപദ്വീപിയൻ നദികളില് ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ നദികളും ഒരുമിക്ക നദികളിലും ഉപദ്വീപീയ നദികളില് ഒരുമിക്ക നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഓക്കെ, അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൂടുതലും നദികളും ഉത്ഭവിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു പറഞ്ഞേ? ആദ്യത്തെ പോയിന്റ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവം. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൂടുതൽ നദികൾ ഉത്ഭവിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ നദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നദികൾ എന്ന് പറയുന്നത് മഞ്ഞുരുകാനായിട്ട് ഹിമാലയം അവിടെ ഉണ്ടോ? അവിടെ ഹിമാലയം ഉണ്ടോ? ആ ഒരു പ്രദേശത്ത് ഹിമാലയം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തിനെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും ഇത് ഒഴുകുന്നേ? മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്ന നദികളാണെന്ത്? ഈ ഒരു ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത് കേട്ടോ. മറ്റേതില് നമുക്ക് എന്തിനെ ആശ്രയിക്കാം? ഹിമാലയ നദികളിൽ മഞ്ഞിനെയും മഴയും ആശ്രയിക്കാം. പക്ഷെ ഉപദ്വീപിയൻ നദികളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തിനെ മാത്രം ആശ്രയിക്കാൻ പറ്റുള്ളൂ? മഴയെ മാത്രം ആശ്രയിച്ചാണ് ഈ നദികള് ഒഴുകുന്നത്. ഇനി ഉപദ്വീപിയൻ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചതിനാൽ വേനൽക്കാലത്ത് മഴ തീരെ കുറവായിരിക്കും. അപ്പൊ എന്താണ്? അതായത് ഈ മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഈ നദികൾ ഒഴുകുന്നത് അല്ലെ. അപ്പൊ എന്താണ്? വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയമാണ് അല്ലെ. അപ്പൊ മഴയില്ലാത്ത സമയത്ത് എന്താണ്? ഈ ഒരു സമയത്ത് ഈ ഒരു ഇത് കുറവായിരിക്കും. അതായത് നദികളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്, വെള്ളം എന്നൊക്കെ പറയുന്നത്, ജലം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയത്ത് വളരെ കുറവായിരിക്കുള്ളൂ. ഓക്കെ, വെള്ളം അതായത് നമ്മള് നദികൾ കൂടുതൽ വറ്റി വരണ്ടൊക്കെ കിടക്കുന്നത് വേനൽക്കാലത്താണ് അല്ലെ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ കാണാറില്ലേ നമ്മുടെ ചുറ്റുമുള്ള നദികൾ ഇപ്പൊ ഈ സമയത്തൊക്കെ എന്താണ്? ജലം കുറവായിരിക്കുള്ളൂ. കാരണം എന്താണ്? ഉപദ്വീപിയൻ നദികളിൽ എന്തുണ്ടാവില്ല? അതായത് മഴയുണ്ടാവില്ല. മഴ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത്? അവ വറ്റി വരണ്ട് കിടക്കുന്നത്. അപ്പൊ മഴയെ മാത്രം, പോയിന്റ് എന്ന് പറഞ്ഞാല് മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഈ നദികള് ഒഴുകുന്നത്. ഓക്കെ, ഇനി കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഓക്കെ, അതായത് കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. നമുക്ക് പറഞ്ഞു, അതായത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ്? ധാരാളം ശിലകൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലെ. എന്തൊക്കെ ശിലകൾ അവിടെ വരുന്നേ അറിയാമോ? ബസാൾട്ട്, ആഗ്നേയശില. ബസാൾട്ട്, ആഗ്നേയശില അല്ലെ. ആ ഒരു പ്രദേശത്ത് കൂടുതലായിട്ടുള്ളത് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകളൊന്നും തന്നെ എന്ത് സൃഷ്ടിക്കുന്നില്ല? ഈ ഒരു ഉപദ്വീപിയൻ നദികള് സൃഷ്ടിക്കുന്നില്ല. പക്ഷെ നമ്മള് ഹിമാലയൻ നദികൾ പഠിക്കുമ്പോൾ ആഴമേറിയ ഗിരികന്ധര താഴ്വരകള് സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. സിന്ധു ഒക്കെ ഒഴുകുമ്പോഴെന്താണ്? ഗിരികന്ധര താഴ്വരകൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. താഴ്വരകള് രൂപപ്പെടുത്തിക്കൊണ്ടാണ് സിന്ധു നദി ഒഴുകുന്നത്. പക്ഷെ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ കാര്യം പറയുമ്പോൾ എന്ത് സൃഷ്ടിക്കുന്നില്ല? താഴ്വരകളൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്
അത് ശിലാമേഖലകളിലൂടെ ഒഴുകുന്നതിനാലാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു 5 പോയിന്റ് പറഞ്ഞു അല്ലെ? അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയൻ നദികൾ. ഇനി ഉപദ്വീപീയൻ നദികളില് ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ എന്ന് പറയുന്നത് മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്ന നദികളാണ്. ഇനി ഉപദ്വീപീയൻ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ച് ഉള്ളതിനാൽ വേനൽക്കാലത്ത് വെള്ളം എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. ഇനി കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകളൊന്നും തന്നെ ഈ നദികൾ സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, 5 പോയിന്റ്സ് മനസ്സിലായോ? ലാസ്റ്റ് വൺ ഒന്നുകൂടെ പറയൂ ടീച്ചറെ, നോട്ട് ചെയ്യാനും. ഓക്കെ, കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഓക്കെ, മിസ് ബിബിനയുടെ അടുത്തൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാവോ? ആരോടാ? ബിബിന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്കോ അടിച്ചോണ്ടിരിക്കുക. വിപിന എന്നാണോ പറഞ്ഞേ? ബിബിന. വിപിന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. വിപിന റിജോ ഈ മാപ്പ് ഒന്ന് ഷെയർ ചെയ്യും. അഞ്ച് പോയിന്റ്സ് ഇപ്പൊ ഞാൻ തന്നതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, എഴുതിയിട്ടുണ്ടെങ്കില്. കിട്ടിയോ? ഓക്കെ, നിങ്ങൾ മാപ്പ് കണ്ടോ? കാണുന്നുണ്ടല്ലേ? ഏതാ നദി കൊടുത്തേക്കണേ? നർമ്മദ കേട്ടോ. അപ്പൊ നർമ്മദനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നേ. നോട്ട് ചെയ്യാട്ടോ പറയുന്ന കാര്യങ്ങള്. ഓക്കെ, അപ്പൊ പറയട്ടെ, നർമ്മദ പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഉപദ്വീപീയ നദികളാണ്, അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് നർമ്മദ കേട്ടോ. നർമ്മദ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ നർമ്മദയാണ് കേട്ടോ പറയുന്നേ. കണ്ടോ നർമ്മദയുടെ ഇതൊന്ന് ശ്രദ്ധിക്കാം, മാപ്പ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നർമ്മദ ഒഴുകുന്ന ആ ഒരു ഫ്ലോ ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാം കേട്ടോ. ഓക്കെ, നർമ്മദനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നർമ്മദയുടെ ഉത്ഭവമാണ് കേട്ടോ. എന്തറിയാം നിങ്ങൾക്ക് നർമ്മദയുടെ ഉത്ഭവം? എവിടെന്നാ നർമ്മദ ഉത്ഭവിക്കുന്നേ? പടിഞ്ഞാറോട്ട്
മധ്യപ്രദേശ്. ശരിയാണ്. മധ്യപ്രദേശിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി അമർഗണ്ട് കുന്നുകൾ. അമർഗണ്ട് ആണോ? അമർഗഡ്. മൈക്കല അല്ലേ? മൈക്കല. ഓക്കെ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. മ്യൂട്ട് ചെയ്യാം കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. പറയാം കേട്ടോ. ഓക്കെ, നർമ്മദ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ചതുർമുഖി എന്തോ മ്യൂട്ട് ചെയ്യുമെന്ന്. ഓക്കെ, മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർകണ്ടക് പീഠഭൂമി. കേട്ടോ? ഓക്കെ, മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർകണ്ടക് പീഠഭൂമി. കിട്ടിയോ? പിടികിട്ടിയോ? പറയോ? ഒന്നുകൂടി പറയട്ടെ. അതായത് സംസ്ഥാനം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മള് സംസ്ഥാനം പഠിക്കുക. ഏത് സംസ്ഥാന? മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലെ അനുപൂർ അനു എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അനുപൂർ ജില്ലയിലെ, അതായത് അനുപൂർ ഡിസ്ട്രിക്റ്റിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള, ഓക്കെ, മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. കേട്ടോ? എന്നൊന്നും കൂടി പറയാം. നർമ്മദയുടെ ഉത്ഭവം മധ്യപ്രദേശ് സ്റ്റേറ്റിലെ അനുപൂർ ഡിസ്ട്രിക്റ്റിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർകണ്ടക് പീഠഭൂമി. ക്ലിയർ ആയോ? ക്ലിയർ ആയി? ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമ്മള് സംസ്ഥാനം പഠിച്ചു, നർമ്മദയുടെ ജില്ല പഠിച്ചു, പിന്നെ എവിടെ നിന്നാണത് പ്രോപ്പർ ആയിട്ട് ഉത്ഭവിക്കുന്നതെന്ന് പഠിച്ചു. കേട്ടോ? അപ്പോ മധ്യപ്രദേശ് ഓർക്കുക, അനുപൂർ ഓർക്കുക, മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർകണ്ടക് പീഠഭൂമി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നർമ്മദയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദി. ഓക്കെ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, മാപ്പ് ശ്രദ്ധിച്ചേ നിങ്ങള്, പടിഞ്ഞാറോട്ടൊഴുകയാണ് നർമ്മദ അല്ലെ? കിഴക്ക് നിന്ന് ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറോട്ടാണ് എന്തൊഴുകുന്നേ? നർമ്മദാ നദി ഒഴുകുന്നത്. അപ്പൊ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നദിയാണെന്ത്? നർമ്മദ നദി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് കേട്ടോ നർമ്മദ. ഇന്ത്യയിലെ 5ാം സ്ഥാനത്തുള്ള നീളം കൂടിയ നദി. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയായിരിക്കും ബാക്കി 4 ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നേ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, ഗോദാവരി, ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു. ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദി എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഏതിലായിരിക്കും വരുന്നേ? എങ്ങനെയായിരിക്കും വരുന്നേ ക്രമം? ഗംഗ, പിന്നെ ഗോദാവരി കേട്ടോ, ഗോദാവരി, പിന്നെ കൃഷ്ണ, പിന്നെ യമുന, പിന്നെ നർമ്മദ. ഇതാണ് 5 കേട്ടോ. ഗംഗ എഴുതിയെടുക്ക കേട്ടോ. ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന, നർമ്മദ. ഓക്കെ, ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന, നർമ്മദ. എഴുതിയോ? നോട്ട് തരൂലേ? നോട്ട് തരും, ഞാൻ നോട്ട് തരും, പേടിക്കാൻ കേട്ടോ, നോട്ട് തരും. ഓക്കെ, ഇനി ഉപദ്വീപിയൻ നദികളില് ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദികളിൽ വെച്ച് നോക്കുമ്പോഴാണ് നർമ്മദയ്ക്ക് 5ാം സ്ഥാനം ഉള്ളത്.
പക്ഷേ ഉപദ്വീപീയൻ നദികളിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് 3-ാം സ്ഥാനമാണുള്ളത്. അപ്പൊ ബാക്കി 2 ഏതായിരിക്കും? സിന്ധു. ഗോദാവരി കൃഷ്ണ. സിന്ധു ഒക്കെ എവിടെ കിടക്കുന്നു മോനെ? സിന്ധു ഒക്കെ എവിടെയാ? ഹിമാലയൻ നദികളിലല്ലേ വരുന്നേ? ഉപദ്വീപീയൻ നദികളല്ലേ? കൃഷ്ണ. ഗോദാവരി കൃഷ്ണ കേട്ടോ. ഗോദാവരി കൃഷ്ണയാണ് ബാക്കി 2 സ്ഥാനങ്ങളിൽ വരുന്നത് കേട്ടോ. ഉപദ്വീപീയൻ നദികളിൽ വെച്ചിട്ട് 3-ാം സ്ഥാനത്ത് ഉള്ള നീളം കൂടിയ നദിയാണ് എന്ത്? നർമ്മദ എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം വരുന്നത് ഗോദാവരി, 2ാമത്തേത് കൃഷ്ണ. ഓക്കെ, 3ാമത്തേത് നർമ്മദ. ഡൗട്ട് ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ ഇനി? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ലാസ്റ്റ് ഒന്നുകൂടി പറയോ? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? ഒന്നുകൂടി പറയാം. അതായത് ഉപദ്വീപീയൻ നദികളിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉപദ്വീപീയൻ നദികൾ എന്ന് പറഞ്ഞാല് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന നദികളാണ്. ആ നദികളിൽ വെച്ച് നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് ഉള്ള നീളം കൂടിയ നദിയാണെന്ത്? ഈ നർമ്മദ എന്ന് പറയുന്നത്. ബാക്കി 2 ആദ്യത്തെയും 2ാമത്തെയും സ്ഥാനത്ത് നിൽക്കുന്നത്, 1-ാം സ്ഥാനത്ത് ഗോദാവരി എന്ന് പറയുന്ന നദിയും 2ാം സ്ഥാനത്ത് കൃഷ്ണ എന്ന് പറയുന്ന നദിയുമാണ് നിൽക്കുന്നത്. 3ാമത്തേതാണ് വരുന്നത് നർമ്മദ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദി. അതിനകത്ത് ആദ്യം വരുന്നത് ഗംഗ, പിന്നീട് ഗോദാവരി, പിന്നീട് കൃഷ്ണ, പിന്നീട് യമുന, അറ്റ് ലാസ്റ്റ് നർമ്മദയാണ്. അതായത് 5ാമത് വരുന്നത് നർമ്മദയാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഉപദ്വീപിയയില് അപ്പൊ ആദ്യം വരുന്നത് ഗംഗ. ഉപദ്വീപീയ നദികളിൽ ഗംഗ വരുന്നില്ല, അത് ഹിമാലയൻ നദിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് നിങ്ങൾ ഹിമാലയൻ നദികളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ ആ ക്ലാസ് കേട്ടിട്ടില്ല മാം. അതാണ് ഞങ്ങൾക്കത് കിട്ടിയില്ല ടീച്ചറെ. അതാണ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടില്ലേ? കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, അതായത് ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയൻ നദികളുണ്ട്. ഞാൻ ഹിമാലയൻ നദികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളും ഹിമാലയൻ നദികളാണ്. അത് ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതായത് ഈ ഒരു നർമ്മദ എന്ന് പറയുന്നത് ഉപദ്വീപീയൻ നദിയാണ് കേട്ടോ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് നോക്കിയേ, നിങ്ങൾ ഈ മാപ്പ് കണ്ടോ? എന്നിട്ട് നോക്കിയ മുകളിലത്തെ പോർഷൻ കണ്ടോ? ഇൻഡസ് എന്നൊക്കെ കൊടുത്താക്കണ കണ്ടില്ലേ നിങ്ങള്? കണ്ടോ? അത് പർവ്വതം കണ്ടോ? ഹിമാലയമാണ് ഇവിടെ. ഹിമാലയത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിട്ട് ഒഴുകുന്നത്. എന്നാല് നമ്മൾ ഈ പറയുന്ന നർമ്മദയൊക്കെ നോക്കിയേ, ഏറ്റവും മിഡിലായിട്ട് വരും. ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. മനസ്സിലായോ ഷിംന? മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഉപദ്വീപീയ നദികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഹിമാലയ നദികളിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ചോദിക്കാതിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഉപദ്വീപീയ നദികളിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണെന്ത്? ഈ ഒരു നർമ്മദ എന്ന് പറയുന്നത്. ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത് ഒന്ന് ഗോദാവരിയും ഒന്ന് കൃഷ്ണയുമാണ് കേട്ടോ. ഇനി വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനിടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. നിങ്ങള് ആ ഒരു ഡാർക്ക് ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈനാണ് നർമ്മദ. കണ്ടോ? അത് കണ്ടില്ലേ നിങ്ങള്? അതിന്റെ മുകളിലാണ് വിന്ധ്യ പർവ്വതം. ഓക്കെ, അതിന്റെ മുകളിലായിട്ടാണ്, ടോപ്പിലായിട്ടാണ് വിന്ധ്യ പർവ്വതം. അതിന്റെ താഴെയായിട്ടാണ് സത്പുര പർവ്വതം കേട്ടോ. അപ്പൊ അതിനിടയ്ക്കുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് എന്തൊഴുകുന്നേ? ഈ ഒരു നദി ഒഴുകുന്നത് കേട്ടോ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനിടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, ഇനി ഭ്രംശ താഴ്വരയുടെ മറ്റൊരു പേരാണ് റിഫ്റ്റ് വാലി കേട്ടോ. റിഫ്റ്റ് വാലി ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. റിഫ്റ്റ് വാലി, അതായത് ഭ്രംശ താഴ്വര എന്നൊന്നും ചോദിച്ചില്ല അവര്. റിഫ്റ്റ് വാലി, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരുന്നു, പക്ഷെ ഇങ്ങനെയാണ് ചോദിച്ചത്. അത് റിഫ്റ്റ് വാലി എന്നുള്ളത് മലയാളത്തിൽ അവർ ടൈപ്പ് ചെയ്തു. എന്നിട്ട്
റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അപ്പോ ഇംഗ്ലീഷ് വേർഡ് പരിചിതമല്ലാത്തവർക്ക് എന്താണ് അത് കിട്ടുമോ? ഭ്രംശത്താഴ്വരയെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ അത് കിട്ടുമോ? ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുമോ? ഇല്ല. കിട്ടുമോ? ഇല്ല. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അതായത് ഭ്രംശത്താഴ്വര എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിള്ളൽ താഴ്വര എന്നും കൂടി എന്തിന് പേരുണ്ട്? ഭ്രംശത്താഴ്വരയ്ക്ക് പേരുണ്ട് കേട്ടോ. അറിയാത്തവരൊന്ന് എഴുതി വെക്കാം. വിള്ളൽ താഴ്വര എന്ന് കൂടി ഭ്രംശത്താഴ്വരയ്ക്ക് പേരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാ ഇപ്പൊ പഠിച്ചത് നർമ്മദനെ കുറിച്ച്? ഉത്ഭവം ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഉത്ഭവം മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ ഐക്കല മലനിരകൾക്ക് അടുത്തുള്ള അമർഘട്ട് പീഠഭൂമി. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞേ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി. ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് നർമ്മദ. ഉപദ്വീപീയ പീഠഭൂമിയിലെ നീളം കൂടിയ 3ാമത്തെ നദിയാണ് നർമ്മദ. വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര, വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര. ഒന്നും കൂടെ പറഞ്ഞു. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനിടയിലുള്ള ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, വടക്ക് വിന്ധ്യ പർവ്വതം. ഇംഗ്ലീഷ് പറഞ്ഞില്ലേ? റിഫ്റ്റ് വാലി കേട്ടോ. റിഫ്റ്റ് വാലി, RIFTVALLEY, റിഫ്റ്റ് വാലി. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനിടയിലുള്ള ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, ഇനി ഇതിന് ഒരു പഴയ പേരുണ്ട്. ഈ നർമ്മദയ്ക്ക് ഒരു പഴയകാല പേരുണ്ട്. എന്താണെന്നറിയോ? രേവ. രേവ കേട്ടോ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണെന്ത്? നർമ്മദ എന്ന് പറയുന്നത് കേട്ടോ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. ഓക്കെ, ഇനി വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ മലനിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ പറഞ്ഞു ഭ്രംശത്താഴ്വരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അത് വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായിട്ടാണ് ഈ ഒരു നദി ഒഴുകുന്നത് കേട്ടോ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായിട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. ഇനി വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി. നിങ്ങൾ നോക്കിയേ, കണ്ടില്ലേ? നർമ്മദയുടെ മുകളിലായിട്ടാണ് വടക്കേ ഇന്ത്യൻ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഏരിയ എന്ന് പറയുന്നത് നർമ്മദയുടെ മുകൾ ഭാഗത്തും സൗത്ത് ഇന്ത്യൻ ഏരിയ എന്ന് പറയുന്നത് നർമ്മദയുടെ താഴത്തെ ഭാഗത്തുമായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അതായത് മിഡിൽ പോർഷനിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നേ? ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയിൽ ഇത്രയും ഭാഗം? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നർമ്മദ എന്ന വാക്കിനർത്ഥം എന്താണ്? സന്തോഷം. സന്തോഷം നൽകുന്നത്. നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ് കേട്ടോ. നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത്. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ, അതായത് ഉപദ്വീപീയൻ നദികളൊന്നും തന്നെ ഗിരികന്ധര താഴ്വരകൾ, അതായത് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാല് അവ ഒന്നും തന്നെ എന്ത് സൃഷ്ടിക്കുന്നില്ല? താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നർമ്മദയുടെ കാര്യത്തില് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം മാർബിൾ ശിലയില് മനോഹരമായിട്ടുള്ള ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന നദിയാണെന്ത്? ഈ ഒരു നർമ്മദ എന്ന് പറയുന്നത് കേട്ടോ. ഉപദ്വീപൻ നദികളിൽ ഒട്ടുമിക്ക നദികളും താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല, നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുമില്ല. പക്ഷേ നർമ്മദ എന്ന് പറയുന്ന നദി മാർബിൾ ശിലയില് മനോഹരമായിട്ടുള്ളൊരു ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഒഴുക്കെന്ന് പറയുന്നത്
പടിഞ്ഞാറോട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള നദികൾ എന്ന് പറയുന്നത് അതായത് നർമ്മദയും താപ്തിയും മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികള്. ബാക്കിയുള്ള ഉപദ്വീപീയ നദികൾ ഒട്ടുമിക്കവയും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പക്ഷേ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിനാൽ നർമ്മദ എന്ത് ചെയ്യുന്നുണ്ട്? ഗിരികന്ധര താഴ്വരകള് സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. നിങ്ങളത് ഓർത്ത് തന്നെ വെക്കുക, മനസ്സിലാക്കി ഒന്ന് കുറിച്ച് വെക്കുക. ഒട്ടുമിക്ക ഉപദ്വീപീയ നദികളും ഗിരികന്ധര താഴ്വരകൾ അല്ലെങ്കിൽ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. അതിനുള്ള കാരണം അവ കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെ ഒഴുകുന്നതിനാലാണ്. എന്നാൽ നർമ്മദ നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അതെന്ത് സൃഷ്ടിക്കുന്നുണ്ട്? ഗിരികന്ധര താഴ്വരകള് സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. പിടികിട്ടിയോ? മനസ്സിലായോ? മാം ഒന്നും കൂടി പറയോ? ഒന്നുകൂടി പറയണോ? ആ. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഉപദ്വീപീയ നദികള് കാഠിന്യമേറിയിട്ടുള്ള, അതായത് നിങ്ങൾ തന്നെ പറഞ്ഞു ബസാൾട്ട്, അതുപോലെ തന്നെ എന്താണ് ആഗ്നേയശില, ഇതൊക്കെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളാണ്. കാഠിന്യമേറിയിട്ടുള്ള ശിലാമേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ കാഠിന്യമേറിയിട്ടുള്ള ശിലാമേഖലകളിലൂടെയാണ് ഉപദ്വീപീയ നദികൾ ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകുമ്പോൾ അവിടെ താഴ്വരകളൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. താഴ്വരകൾ അറിയാലോ നിങ്ങൾക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഒരു എന്താ പറയാ കൊക്ക പോലെ കാണപ്പെടുന്ന ഭാഗം അല്ലെ താഴ്വരകൾ എന്ന് പറയുന്നത്. അപ്പൊ ശിലാമേഖലകളുടെ നിറച്ചു പാറക്കെട്ടിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്. അപ്പൊ എങ്ങനെയാണ് താഴ്വരകൾ സൃഷ്ടിക്കുന്നത്? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ. എന്നാല് ഈ നർമ്മദ എന്ന് പറയുന്ന നദി കിഴക്ക് നിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ പടിഞ്ഞാറോട്ടാ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ താഴ്വരകള് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? മാം, അപ്പൊ ഈ താപ്തിയും ഇതുപോലെ എന്താണ് പറയാ മാർബിൾ ശിലന്റെ ഇത് ഇതാക്കുണ്ടോ? അതും വരുന്നുണ്ട്, താപ്തിയും വരുന്നുണ്ട്. നർമ്മദ എടുത്ത് പറയുന്നത് മാത്രം കേട്ടോ. പടിഞ്ഞാറോട്ടാണ് നർമ്മദയും താപ്തിയും ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. മറ്റു നദികളൊക്കെ നമുക്കറിയാം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതൊന്നും തന്നെ എന്ത് സൃഷ്ടിക്കുന്നില്ല? ഗിരികന്ധര താഴ്വരകള് സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞോട്ടെ, എഴുതിയെടുക്കുന്നുണ്ട് ആരെങ്കിലും? മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന നദിയാണ് നർമ്മദ. എഴുതിയോ? എഴുതി മിസ്. എഴുതി അല്ലേ? ഓക്കെ. ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ എടുക്കാം. ഞാനൊരു 10 ക്വസ്റ്റ്യൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? റെഡിയാണോ എല്ലാവരും? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഞാൻ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് പ്രീവിയസ് കൊണ്ടുതരാം കേട്ടോ. ഓക്കെ, മുംബൈയിനെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേര് എഴുതാം കേട്ടോ. മുംബൈ ടു നാസിക് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീലഗിരി മലയിലെ ആദിവാസി വിഭാഗത്തിന്റെ പേര്. നീലഗിരി മലയിലെ ആദിവാസി വിഭാഗത്തിന്റെ പേര്. തേർഡ് ക്വസ്റ്റ്യൻ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ചത്. വർഷമല്ലേ ടീച്ചർ എഴുതണ്ടേ? വർഷം എഴുതാ, ഡേറ്റ് എഴുതാ കേട്ടോ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ചത്.
ഓക്കെ. ഇനി 4th ക്വസ്റ്റ്യൻ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. എഴുതി. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികൾ ഏതൊക്കെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികൾ ഏതൊക്കെയാണ്? സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. ഡെക്കാൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. എഴുതി മിസ്. ഓക്കെ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് എവിടെ? എഴുതി മിസ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത്. പത്തായില്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? മുംബൈ ടു നാസിക് കാൽഗട്ട് ചുരം എന്നാണ് കേട്ടോ. ഓക്കെ. ഇനി രണ്ടാമത്തേത് നീലഗിരി മലയിലെ ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് തോഡർ. ഇനി 3rd ക്വസ്റ്റ്യൻ. 2011 ഓഗസ്റ്റ് 31. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് അയച്ചത് 2011 ഓഗസ്റ്റ് 31. ഇനി 4th ക്വസ്റ്റ്യൻ. കസ്തൂരി രംഗ കമ്മിറ്റി അല്ലെ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓക്കെ. ഇനി 5th ക്വസ്റ്റ്യൻ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. 6 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട്. ഇനി അടുത്തത് 6ാമത്തേത്. റാഞ്ചി, ഹസാരിബാഗ്, കൊഡർമ, റാഞ്ചി. കൊഡർമ, ഹസാരിബാഗ്, റാഞ്ചി പീഠഭൂമി കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളാണ് കേട്ടോ ഇതൊക്കെ. ഇനി 7th ക്വസ്റ്റ്യൻ. ദുപ്ഗാർഹ്. ദുപ്ഗാർഹ്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദുപ്ഗാർഹ്. ഇനി 8ാമത്തെ ത്രികോണാകൃതി അല്ലെ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതിയാണ് ത്രികോണ ആകൃതി. ഇനി 9th ക്വസ്റ്റ്യൻ. നീലഗിരി അല്ലെ. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിൽ വെച്ചിട്ടാണ്. ഓക്കെ. സ്പീഡ് കൂടുതലാണെന്നോ? സാഫി ഷംനു എഴുതിയില്ല. അതുകൊണ്ട് ആൻസർ പറയാനാണോ? ആൻസർ ഒന്നും കൂടി പറയാനാണോ? ഓക്കെ. 10th ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 10ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മാൾവ ഗംഗ. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാ? ബത്തുവയാണ് അല്ലെ. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ബത്തുവയാണ്. എല്ലാവർക്കും 10 മാർക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടി മിസ്. കിട്ടി.
അല്ലേ? ഓക്കെ. 9 മാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? 9. ഓക്കെ. 8. 8 ഇല്ല. 7. 10. എല്ലാവർക്കും 10 ആണോ? മേഘ 10 ആണോ? വീഡിയോ റെക്കോർഡഡ് ആയി കിട്ടും കേട്ടോ. വീഡിയോ റെക്കോർഡായി കിട്ടും. ഞാൻ ഈ നദികളുടെ പോർഷൻ ഇത് ക്ലാസ് നിങ്ങൾക്ക് എടുത്തത് റെക്കോർഡായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ ഹിമാലയ നദികള് യൂട്യൂബിൽ ഉണ്ടാവുള്ളൂ ടീച്ചറെ. ഇല്ലെന്നോ? യൂട്യൂബിൽ ഉണ്ടാവും അത്. യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിലുണ്ടാവും കേട്ടോ. യൂട്യൂബിലുണ്ടാവും. ക്ലാസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി കേട്ടോ. യൂട്യൂബിൽ കിട്ടും. യൂട്യൂബില് സ്മാർട്ട് ശ്രീ അശ്വതി ടീച്ചർ ക്ലാസ് അടിച്ചു കൊടുത്താല് ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ജോഗ്രഫിയുടെ ക്ലാസ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോ അതിനകത്തും എന്റെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഒരുവിധം ക്ലാസ്സുകളും അതിനകത്ത് ഉണ്ട് കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ. ആ ക്ലാസ്സുകൾ മൊത്തം അതിനകത്ത് ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കിട്ടി? കുഴപ്പമൊന്നുമില്ല? പഠിക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ നാളെ ബാക്കി നർമ്മദയുടെ ബാലൻസ് നാളെ എടുക്കാം കേട്ടോ. ബാക്കിയുള്ള നദികൾ കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നെടുത്തത് വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. താങ്ക് യു മിസ്. നർമ്മദയുടെ നോട്ട് ഞാനിപ്പോ ഇന്നിവിടെ കൊടുക്കില്ല. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നാളെ കൊടുക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നോട്ട്സേ കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഇന്ന് എടുത്തതാണ് കേട്ടോ വായിക്കാനുള്ളത്. ഇന്നെടുത്ത കൊടുമുടികള്, പൂർവഘട്ടം, അതുപോലെ ആരവല്ലി, പിന്നെ ഈ നർമ്മദയുടെ എടുത്ത ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു.